കാർഷിക വാർത്തകൾ. കാന്തല്ലൂരിൽ പുതിയ സ്ട്രോബെറി സീസണ് തുടക്കമായിരിക്കുകയാണ്. 30 ഏക്കറിലാണ് കാന്തല്ലൂരിൽ സ്ട്രോബെറി കൃഷി സജ്ജമാകുന്നത്. കാന്തല്ലൂരിൽ കർഷകരും കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് സ്ട്രോബെറി കൃഷിക്ക് മണ്ണൊരുക്കി കഴിഞ്ഞു. പൂനെയിൽ നിന്നും എത്തിച്ച അത്യുൽപാദനശേഷിയുള്ള വിന്റർ ഡോൺ, സ്വീറ്റ് ചാർലി എന്നീ ഇനങ്ങൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിലായി 30 ഏക്കറോളം സ്ഥലത്താണ് കാന്തല്ലൂരിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കർഷകർക്ക് സൗജന്യമായി ഹൈബ്രിഡ് തൈകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകി തുടങ്ങിയതോടുകൂടിയാണ് കർഷകർ സ്ട്രോബെറിയിലേക്ക് തിരിഞ്ഞത്. 2013-14 കാലഘട്ടത്തിലാണ് കാന്തല്ലൂർ മേഖലകളിൽ സ്ട്രോബെറി കൃഷി ആരംഭിക്കുന്നത്. നല്ല വിളവും വിലയും ലഭിച്ചു തുടങ്ങിയതോടുകൂടി കൂടുതൽ കർഷകർ സ്ട്രോബെറി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്ട്രോബെറി കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകരും കൃഷി വകുപ്പും. സ്ട്രോബെറി തൈകളിൽ നിന്നും 7 മാസം വിളവെടുപ്പ് നടത്താം. കിലോയ്ക്ക് 400 മുതൽ 600 രൂപ വരെ വില ലഭിക്കുമെന്നതും കർഷകർക്ക് നേട്ടമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സോയാബീൻ എണ്ണ ഇറക്കുമതി ഉയർന്നതായി റിപ്പോർട്ട്. പാമോയിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ സോയാബീൻ എണ്ണ കാര്യമായി വാങ്ങിയിരിക്കുന്നത്. പാമോയിൽ വിലയേക്കാൾ കൂടുതലാണ് സോയാബീൻ എണ്ണയുടെ വില. അതുകൊണ്ട് തന്നെ പാമോയിലിന്റെ വില കൂടാൻ കാത്തിരിക്കുകയാണ് സോയാബീൻ വ്യാപാരികൾ. 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഓരോ മാസവും 1.5 ലക്ഷം ടണ്ണിലധികം സോയാബീൻ ഓയിൽ വ്യാപാരികൾ തെക്കേ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം 2ാം പകുതി മുതൽ ജൈവ ഇന്ധനത്തിൽ കൂടുതൽ പാം ഓയിൽ കലർത്താനുള്ള മുൻനിര ഉൽപാദകരായ ഇന്തോനേഷ്യയുടെ പദ്ധതികൾ പാം ഓയിലിന്റെ വില ഉയർത്തുമെന്ന വിപണി പ്രതീക്ഷയാണ് സോയാബീൻ വാങ്ങലിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. സോയാബീൻ, സൂര്യകാന്തി, റാപ്സീഡ് ഓയിൽ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി പാം ഓയിൽ വർഷം മുഴുവൻ വിളവെടുക്കാൻ സാധിക്കും. ഇതുമൂലം വിലയിലും കുറവ് അനുഭവപ്പെടാറുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലും കാർഷിക മേഖല മാറ്റത്തിന്റെ പാതയിലാണ്. വളപ്രയോഗത്തിനും മറ്റുമായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വിത്ത് വിതയ്ക്കാനും ഡ്രോൺ ഉപയോഗിച്ചിരിക്കുകയാണ് കോട്ടയത്തെ ചില കർഷകർ. കോട്ടയത്ത് ഒരേക്കർ പാടത്താണ് ഡ്രോൺ വഴി വിത പൂർത്തിയാക്കിയത്. 45 കിലോ നെൽവിത്താണ് 2 മിനിറ്റ് കൊണ്ട് വിതച്ചത്. 20 ആളുകൾ കുറഞ്ഞത് 8 ദിവസമെടുത്ത് ചെയ്യുന്ന പണിയാണ് ഡ്രോൺ വഴി അനായാസം ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. കീടനാശിനി തളിക്കാൻ നേരത്തെ ഡ്രോൺ ഉപയോഗിച്ചിരുന്നെങ്കിലും ആദ്യമായാണ് കോട്ടയം നഗരത്തിന് സമീപം ഈ രീതിയിൽ വിതയ്ക്കുന്നത്. 45 കിലോ സംഭരണശേഷിയുള്ള ടാങ്കാണ് ഡ്രോണിലുള്ളത്. മനുഷ്യപ്രയത്നമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്ത് വിതയ്ക്കാൻ കഴിയുന്ന കാർഷിക പരീക്ഷണം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വിജയിച്ചിരുന്നു. കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പിലെ ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ലു ഗവേഷണ കേന്ദ്രവും കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്നാണ് മുൻപ് ഡ്രോൺ ഉപയോഗിച്ച് വിത നടത്തിയത്. സമയലാഭവും സാമ്പത്തിക ലാഭവും മാത്രമല്ല മെച്ചം, ഭക്ഷണച്ചെലവിന് പുറമെ തൊഴിലാളി ഒന്നിന് ദിവസക്കൂലി ഇനത്തിൽ 1000 രൂപ നൽകണം. അതേസമയം ഒരേക്കർ പാടത്ത് ഡ്രോൺ ഉപയോഗിച്ച് വിതയ്ക്കാൻ 2000 രൂപയ്ക്ക് താഴെ മാത്രമാണ് ചെലവ് വന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 185, RSS 5 181, ലാറ്റക്സ് 126, ജാതിക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,300, കുരുമുളക് അൺഗാർബിൾ 69,300, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 34,600, കൊപ്ര 21,600, ചുക്ക് 24,000.